ഇനി ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ്. താപനില ഉയർന്നു നിൽക്കുകയാണ്, ചുട്ടുപൊള്ളുന്ന സ്ഥിതിയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ആശ്വാസമായി മഴ കിട്ടുന്നുണ്ട്. അടുത്ത 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടർന്നേക്കാം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ദില്ലിയിൽ ഇന്നലെ രാവിലെ 5 മണിയോടെ ആരംഭിച്ച മഴ 7 മണി വരെ തുടർന്നു. ശക്തമായ കാറ്റോട് കൂടിയ മഴ നീണ്ടത് 3 മണിക്കൂറാണ്. അതേസമയം ഉച്ചയോടെ താപനില 48 ഡിഗ്രി സെൽഷ്യസിലെത്തി. രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില ഇന്നലെയും രേഖപ്പെടുത്തിയത് രാജസ്ഥാനിലാണ്. വിവരങ്ങളുമായി YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, മഴയുണ്ടാവും കുറച്ചു നേരം, പിന്നീട് താപനില വീണ്ടും ഉയരുന്ന സാഹചര്യം. നിലവിലെ ദില്ലിയിലെ കാലാവസ്ഥ എങ്ങനെയാണ്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്? കനത്ത ചൂടിനിടെ ഇന്നലെ ആശ്വാസമായി ദില്ലിയിൽ രാവിലെ മഴ എത്തിയിരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തതുമാണ്. പക്ഷേ അത് ഉച്ചയായപ്പോൾ 46 ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് വീണ്ടും എത്തിയതെന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. കനത്ത ചൂട് തന്നെയായിരുന്നു രാജതലസ്ഥാനത്ത് ഇന്നലെ അനുഭവപ്പെട്ടത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത ചൂടാണുള്ളത്. തിളച്ചു മറിയുന്ന വെയിലാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവിടെ തൊഴിലാളികളടക്കം അഭിമുഖീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. കുട്ടികളെ അത് സൂക്ഷിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശം. വിദ്യാർത്ഥികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഉറപ്പുവരുത്തണം. കാരണം വിദ്യാർത്ഥികളെ വല്ലാതെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ പലയിടത്തും റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പൊടിക്കാറ്റോട് കൂടിയ ശക്തമായ കാറ്റോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല ഭാഗത്തുമുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കനത്ത ചൂടിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആവർത്തിച്ച് കാലാവസ്ഥാ വകുപ്പിന്റെ മാർഗനിർദ്ദേശം. ശരി, കനത്ത ചൂട് തുടരുമ്പോഴും ആശ്വാസമായി ഇടയ്ക്ക് മഴ ലഭിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയുടെ വിശദാംശങ്ങളാണ് YS അഭിനന്ദ് നൽകിയത്.